ഹായ് എവരിവൺ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ടെറ്റ് പരീക്ഷ, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷകളിൽ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തപ്പെടുന്ന ടെറ്റ് പരീക്ഷകൾ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിധി ആർക്കൊക്കെ ബാധകമാണ്, എത്തരത്തിലാവും ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക, ഈ വിധി മൂലം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഈ ഒരു വിധിയിൽ കൂടി, ടെറ്റ് പരീക്ഷയിലുള്ള ഈ ഒരു വിധിയിൽ കൂടി സുപ്രീം കോടതി എന്താണ് ഉദ്ദേശിക്കുക, എന്താണ് കൺവേ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെറ്റ് നിർബന്ധമാക്കിയോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്. യെസ്, ടെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ടെറ്റ് കമ്പൽസറി ഫോർ ഇൻ സർവീസ് ടീച്ചേഴ്സ്, സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി ചെയ്തത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അധ്യാപക യോഗ്യത എന്ന് പറയുന്നത് കേവലം BEdോ TTCയോ അല്ലെങ്കിൽ തുടങ്ങിയ അധ്യാപക കോഴ്സുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ KTET 1, 2, 3, 4 കാറ്റഗറി, അതുപോലെ സെറ്റ് അങ്ങനെയുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ കൂടി പാസ്സായാലാണ് എന്താകാൻ സാധിക്കുക, അധ്യാപകരാകാൻ സാധിക്കും എന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ മുൻപ് കുറെ കാലം മുൻപ് ഇത് നിർബന്ധിതമല്ലാതിരുന്ന കാലത്ത് സർവീസിൽ കയറി ഒട്ടനവധി അധ്യാപകരുണ്ട്. അത് ഗവൺമെന്റ് സ്കൂളുകളിലുമുണ്ട്, എയ്ഡഡ് സ്കൂളുകളിലുമുണ്ട്. അപ്പോൾ അത്തരം അധ്യാപകർ നിർബന്ധമായും KTET എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിലെ കാര്യം മാത്രമാകും. അതങ്ങനെയല്ല, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ബാധിക്കുന്നതുകൊണ്ട് ടെറ്റ് പരീക്ഷ എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത് KTET എന്ന് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷ എല്ലാവരും എഴുതി പാസ്സായിരിക്കണം, ഇൻ സർവീസുള്ള എല്ലാ അധ്യാപകരും പാസ്സായിരിക്കണം എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു കാര്യം മുൻപിലെടുത്ത് സർവീസ് ഇരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക KTET എക്സാമുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നടത്തുമ്പോഴും അതിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താനാണ് സുപ്രീം കോടതി ശ്രമിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെയും ചില ക്ലാരിറ്റി കുറവുകളൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന വഴിയിൽ ചർച്ച ചെയ്യാം. നോക്കൂ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. സർവീസിലിരിക്കുന്ന അധ്യാപകരിൽ വിരമിക്കാൻ 5 വർഷത്തിൽ കൂടുതലുള്ളവർ ടെറ്റ് യോഗ്യത നിർബന്ധമായും നേടിയിരിക്കണം. അപ്പോൾ ഇപ്പോൾ നിലവിൽ സർവീസിലിരിക്കുന്നവർക്ക് ഇനി വിരമിക്കാതെ റിട്ടയർ ആവാൻ 5 വർഷത്തിലധികം കാലാവധി അവർക്ക് ഇനിയും ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ടെറ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വരുന്നതിന് മുൻപ് സർവീസിൽ കയറിയ അധ്യാപകർക്കും ഇത് ബാധകമാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന് 2010 അപ്പോൾ ആ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് കയറിയ അധ്യാപകർക്കും ഈ ഒരു വിധി ബാധകമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ടെറ്റ് യോഗ്യത നേടാൻ നിലവിൽ സർവീസ് ഇരിക്കുന്ന അധ്യാപകർക്കുള്ള അവസാന സമയപരിധി എന്ന് പറയുന്നത് 2027 സെപ്റ്റംബർ 1 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2 വർഷത്തെ കാലാവധിയാണ് സുപ്രീം കോടതി ഈ ഇൻ സർവീസ് അധ്യാപകർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2025 സെപ്റ്റംബർ 1 വന്ന വിധി പ്രകാരം 2027 സെപ്റ്റംബർ 1 നിലവിൽ ഇൻ സർവീസിലുള്ള 5 വർഷത്തിലധികം റിട്ടയർ ചെയ്യാൻ ബാലൻസ് ഉള്ള അധ്യാപകർ കൃത്യമായി ടെറ്റ് പരീക്ഷ എഴുതി പാസ്, അതായത് അവരവരെ ഏത് മേഖല, ഏത് ക്ലാസ്സുകളിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഹൈസ്കൂളാണോ, UP ആണോ, LP ആണോ, ഏതാണോ വർക്ക് ചെയ്യുന്നത് അതിനനുയോജ്യമായ യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്ന KTET പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി നോക്കാം. അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ടെറ്റ് യോഗ്യത നേടിയില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങി നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു എക്സാമ്പിൾ കേസ് പറയാം. 2029 റിട്ടയർ ആവാനുള്ള 2035 റിട്ടയർ ആവാനുള്ള ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകനുണ്ടെന്ന് കരുതിക്കോളൂ. ആ അധ്യാപകന് 2027 സെപ്റ്റംബർ 1 KTET യോഗ്യത അല്ലെങ്കിൽ ടെറ്റ് യോഗ്യത നേടാൻ സാധിച്ചില്ല എങ്കിൽ 2027 അല്ലെങ്കിൽ ആ ഒരു കാലാവധി, ആ ഒരു ഡെഡ് ലൈൻ കഴിയുമ്പോഴേക്കും ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ട് നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരും. സർവീസ് ഇനിയും കിടപ്പുണ്ടെങ്കിൽ പോലും അവർ നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രമുള്ള അധ്യാപകരാണെങ്കിൽ KTET ഇല്ലെങ്കിലും വിരമിക്കുന്ന ഒരു സർവീസിൽ തുടരും. അതാണ് അടുത്തൊരു ഭാഗം ഇതിന്റെ.
അതായത് ഈ നിലവിൽ വിരമിക്കുക ഇനി ഇവർ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടെയൊക്കെ 4 വർഷം കൂടെയൊക്കെ സർവീസ് ഉള്ള ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഇനി അവർ ടെറ്റ് പരീക്ഷ എഴുതി പാസ്സാകേണ്ടതില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ വരുന്ന മറ്റൊരു ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇനി അവർ 4-5 വർഷത്തിൽ താഴെ ഉള്ളൂ സർവീസ് എങ്കിൽ അവരെന്തില്ല ടെറ്റ് നിർബന്ധമായും എഴുതിയെടുക്കണമെന്ന് ഇല്ല. പക്ഷെ അവിടെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്നാൽ ടെറ്റ് യോഗ്യത ആവശ്യമുള്ള ഉയർന്ന തസ്തികകളിലേക്കുള്ള സ്ഥാനക്കയറ്റം അനുവദിക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ UP പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അവര് ടെറ്റ് യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സർവീസ് ഒക്കെ എല്ലാം ഓക്കെയാണ്, ഹൈസ്കൂളിലേക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചേക്കാം എന്നൊരു കണ്ടീഷൻ വന്നാലും അവർക്ക് ടെറ്റ് യോഗ്യത ഇല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ കിട്ടുകയില്ല. കാരണം അവർക്ക് സർവീസിന് 5 വർഷം താഴെയുള്ളവർ ടെറ്റ് എഴുതിയെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, ടെറ്റ് എഴുതിയെടുക്കുന്നില്ലെന്നിരിക്കട്ടെ, അവരെ സർവീസിൽ നിർബന്ധ വിരമിക്കലിന് വിധേയമാക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഉയർന്ന യോഗ്യതയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം, ടെറ്റ് യോഗ്യതയുള്ള ഒരു സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നിലവിൽ ഇൻ സർവീസ് അധ്യാപകരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവരെയും 5 വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവരെയും ഈ ഒരു വിധി എങ്ങനെയാണ് ബാധിക്കുക എന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ ഭാഗം നോക്കാം. നെറ്റ്, സെറ്റ്, MEd, MPhil, PhD കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ടെറ്റ്. അതായത് ടെറ്റ് എന്ന യോഗ്യതാ പരീക്ഷയെ ഈ പറയുന്ന ഉയർന്ന യോഗ്യതകൾ കൊണ്ടൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതിന് പകരം വയ്ക്കാൻ സാധിക്കില്ല എന്നാണ് അടുത്തൊരു ഭാഗം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെറ്റ്, സെറ്റ്, MEd, MPhil, PhD തുടങ്ങിയ ഉയർന്ന യോഗ്യതകൾ ടെറ്റിന് പകരമായി പരിഗണിക്കില്ല. നിലവിലെ അവസ്ഥ എന്താ? ഇപ്പൊ കേരള PS നടത്തുന്ന ഒരു UP സ്കൂൾ ടീച്ചർ എക്സാമിന് പരീക്ഷ എഴുതണമെങ്കിൽ സെറ്റ് യോഗ്യത പ്രകാരം ടെറ്റ് കാറ്റഗറി 2 പാസ്സായിരിക്കണം അല്ലെ. എന്നാൽ ടെറ്റ് കാറ്റഗറി 2 പാസ്സായിട്ടില്ലാത്ത സെറ്റ് പരീക്ഷ പാസ്സായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഉയർന്ന യോഗ്യതയെ സെറ്റ് അവരുടെ പക്കലുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇനി അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഉയർന്ന യോഗ്യതയാണെങ്കിൽ കൂടി അത് ടെറ്റിന് പകരമാകുന്നില്ല എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഈ വിധിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഉയർന്ന യോഗ്യതകൾ ഉണ്ടെങ്കിലും ടെറ്റ് നിർബന്ധമുള്ള ഒരു തസ്തികയിലേക്കും ടെറ്റ് ഇല്ലാതെ സ്ഥാനക്കയറ്റം അനുവദിക്കുകയില്ല. അതായത് ഇവിടെ സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷനെ ബാധിക്കും എന്നുള്ളതൊരു ഫാക്ടറാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ UP പഠിപ്പിക്കുന്ന ടെറ്റ് കാറ്റഗറി 2 പാസ്സായിട്ട് ഇല്ല എങ്കിൽ പോലും സെറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം ഹൈസ്കൂളിൽ വേണ്ടുന്ന ടെറ്റ് കാറ്റഗറി 3 അയാൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ടെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ ഉദ്ദേശിച്ചാണ്. ടെറ്റ് കാറ്റഗറി 3 എന്ന് തന്നെ കരുതിക്കോളൂ. ടെറ്റ് കാറ്റഗറി 3 അയാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സെറ്റ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ സ്ഥാനക്കയറ്റത്തിന് അനുവദിക്കുകയില്ല എന്നൊരു ഫാക്ടർ അവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു അപ്പോയിൻമെന്റ് കേസിൽ ഇവിടെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്നിരുന്നാൽ പോലും അതിൽ നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് ടെറ്റ് പരീക്ഷ ഒരു ഉയർന്ന യോഗ്യത കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ നിലനിൽക്കെ തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഉറപ്പായി ഇതിനൊരു ഹർജിക്ക് അപ്പീലിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് മുൻപോട്ട് വരുന്ന സമയത്ത് ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റിയുള്ള വേണ്ടുന്ന എല്ലാ വിഷയങ്ങളും ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെ ഈ ഹർജിയിന്മേൽ ഒരു തീർപ്പുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ടെറ്റിനെ ഒരു കാരണവശാലും ഉയർന്ന യോഗ്യത കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ പുതിയൊരു അപ്പോയിൻമെന്റ് ആണെങ്കിലും അത് സാധിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് തൽക്കാലം മനസ്സിലാക്കി വയ്ക്കാം. പുതിയ നിയമനം നേടുന്നവർക്ക് നിയമന സമയത്ത് തന്നെ ടെറ്റ് യോഗ്യത ഉണ്ടാകണം. ആദ്യം നിയമനം നേടിയ ശേഷം പിന്നീട് ടെറ്റ് യോഗ്യത നേടിയെടുക്കുന്ന രീതി ഇനി മുതൽ അനുവദിക്കില്ല. അതായത് ഇത് കൂടുതൽ നടന്നിട്ടുള്ളത് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ നടന്നിട്ടുള്ളത്. അതായത് എയ്ഡഡ് സ്കൂളിലെ മാനേജർമാർ പുതിയ ആൾക്കാരെ നിയമിക്കുമ്പോൾ ആ ആൾക്കാരെ നിയമിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആശ്രിതരായിട്ടുള്ളവരോ പരിചയത്തിലുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരാളെ നിയമിക്കുകയാണെന്ന് ഒരു അധ്യാപകനെ നിയമിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ ടെറ്റ് പാസ്സായിട്ടില്ലെങ്കിൽ പോലും അവർ നിയമിക്കുമായിരുന്നു. എന്നിട്ട് ഒരു സമയം കൊടുക്കുക, അത്ര സമയത്തിനുള്ളിൽ
തങ്ങൾ സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ടെറ്റ് യോഗ്യത ഉണ്ടായി, ടെറ്റ് യോഗ്യത ഉള്ളവരെ മാത്രമേ സർവീസിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇത് ഗവൺമെൻറ് സ്കൂളുകളെ സംബന്ധിച്ച് ഇത് നടക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ നടത്തുന്ന PS നടത്തുന്ന എക്സാമുകൾക്ക് ഇതൊരു യോഗ്യതയായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ടെറ്റ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂടുതൽ നടക്കുന്നത് അങ്ങനെ ഒരു എയ്ഡഡ് മേഖലകളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുക, നിയമന സമയത്ത് ടെറ്റ് ഉണ്ടായിരിക്കണം, നിയമനത്തിന് ശേഷം പിന്നീട് ടെറ്റ് എഴുതിയെടുക്കുന്ന രീതി ഇനി മുതൽ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തുന്നുണ്ട്. ടെറ്റ് എന്നത് കുട്ടികളുടെ ബോധനശാസ്ത്രത്തിലും അധ്യാപന അഭിരുചിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് അക്കാദമിക ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നിർബന്ധമായും ഒരു അധ്യാപകൻ കാറ്റഗറി 1, 2, 3, 4 ഒക്കെ വേണ്ടുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ നിർബന്ധമായി ആ ടെറ്റ് പാസ്സായിരിക്കണം. അവർക്ക് ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഇത് ബോധനശാസ്ത്രത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ യോഗ്യത ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് അധ്യാപകർ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ് ടെറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന അക്കാദമിക ബിരുദങ്ങളെക്കാൾ അത് വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സുപ്രീം കോടതി നിരീക്ഷണം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടെറ്റ് പരീക്ഷ സർവീസ് ഇരിക്കുന്ന അധ്യാപകർക്ക് നിർബന്ധമാക്കുന്നു. 5 വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവർ അതിനെപ്പറ്റി വറീഡാവണ്ട. പക്ഷേ നിങ്ങൾക്ക് ടെറ്റ് യോഗ്യതയുള്ള മറ്റൊരു സ്ഥാനക്കയറ്റം അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. 5 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള അധ്യാപകരെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് 2027 സെപ്റ്റംബർ 1 ടെറ്റ് പാസ്സായില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരുമെന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്, സെറ്റ്, PhD, MPhil തുടങ്ങിയ MEd തുടങ്ങിയ ഉയർന്ന അക്കാദമിക യോഗ്യതകളൊന്നും ടെറ്റിന് പകരമാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിയമന സമയത്ത് തന്നെ നിങ്ങൾക്ക് ടെറ്റ് യോഗ്യത ഉണ്ടാവണം. നിയമനത്തിന് ശേഷം ടെറ്റ് യോഗ്യത എടുക്കുന്ന രീതി ഇനി മുതൽ നിലവിലുണ്ടാവുകയില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കോൺട്രവേഴ്സീസും ക്ലാരിറ്റി ഇല്ലായ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് അല്ലെങ്കിൽ അസോസിയേഷനുകളും ഒക്കെ ഇതിനെതിരെ കൃത്യമായിട്ട് ഹർജിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഇനി കുറച്ചും കൂടി ക്ലിയർ ആയ ഒരു ഇടപെടൽ സുപ്രീം കോടതി ഭാഗത്തുനിന്നുണ്ടാവും, ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.